ADGP MR അജിത് കുമാറിന് ഇരട്ട പ്രഹരം. തൃശൂർ പൂരം അലങ്കോലമായതിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് ആഭ്യന്തര സെക്രട്ടറി സർക്കാരിനോട് ശുപാർശ ചെയ്തു. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചാണ് ശുപാർശ. ഗുരുതരമായ കൃത്യവിലോപം അജിത്തിന്റെ ഭാഗത്തുണ്ടായെന്നാണ് വിലയിരുത്തൽ. പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയിൽ അജിത് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തി. ട്യൂഷന് പോയാൽ വകതിരിവുണ്ടാകില്ലെന്ന പരാമർശവുമായി അജിത്തിനെ മന്ത്രി കെ രാജൻ പരിഹസിക്കുകയും ചെയ്തു. മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും. വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ, അതോ സർക്കാർ മുൻപ് തന്നെ സംരക്ഷിച്ചിരുന്ന പോലെ അജിത് കുമാറിനെ തുടർന്നും സംരക്ഷിക്കാനായിരിക്കുമോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ, തീരുമാനം? ടോം, സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് നേരത്തെ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ വിശദമായ അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചെന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് നേരത്തെ കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഇന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം ബോധപൂർവമായ കൃത്യവിലോപമാണ് ഈ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടും അതിൽ ഇടപെടുകയോ ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്യാതിരുന്നത് ബോധപൂർവമായ അനാസ്ഥയാണ്. അത് കുറ്റകരമായ അനാസ്ഥയെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിലെ പരാമർശം. അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി ആവശ്യമാണ് എന്നും ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് സമാനമായ തരത്തിലുള്ള രൂക്ഷമായ വിമർശനം MR അജിത് കുമാറിനെതിരെ ഉണ്ടായത്. ദൗർഭാഗ്യകരമായ നടപടിയാണ് ADGP കൂടിയായ MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട SP യോടും ദേവസ്വം കമ്മീഷണറോടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് CPIയുടെ പ്രതിനിധി കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ ADGP MR അജിത് കുമാറിനെ പരിഹസിച്ചുകൊണ്ട് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ച പോലെ എന്തായാലും CPIയെ സംബന്ധിച്ചായിരുന്നു തൃശൂർ പൂരം കലക്കൽ വലിയ നഷ്ടമുണ്ടാക്കിയത്. കാരണം ഇവിടെ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി, പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഡാൻ, എന്തായാലും തുടർച്ചയായി ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു, ആരോപണങ്ങൾ ഉയരുന്നു. MR അജിത് കുമാറിനെ ഇനിയും സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുമോ? അതിൽ ഏത് തരത്തിലായിരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവേദങ്ങൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയും അത് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ, അങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനേ സർക്കാരിന് കഴിയൂ. ആരോപണം ഉന്നയിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെയും തിടുക്കത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ല. അതിൽ എന്ത് തരത്തിലുള്ള തെളിവാണ് എതിരായി ഉള്ളത് അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതോടൊപ്പം ഈ വിവാദങ്ങൾ ഒരുപാടങ്ങ് സർക്കാരിനെ വേട്ടയാടുന്ന തരത്തിലേക്ക് മാറിയതോടെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന്, അതായത് CPIയുടെ കൃത്യമായ ഒരു അതൃപ്തി പരസ്യമായി അവർ പലതവണ ആവർത്തിച്ച് പ്രകടമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്കൊരു കടുത്ത നടപടിയിലേക്ക് സർക്കാരിന്റെ വിശ്വസ്തനായ MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ആഭ്യന്തര സെക്രട്ടറി കൂടി ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് വെറുതെ അങ്ങ് വായിച്ച് മാറ്റാൻ ഉള്ള ഒരു തരത്തിലുള്ള ഒരു നിസ്സാരമായി അതിനെ കാണാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടത് മുന്നണിക്കുള്ളിലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് സർക്കാരിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറും. അതുകൊണ്ട് തന്നെ
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. വൈകാതെ അത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായ ഒരു നടപടി ഏത് തരത്തിൽ വേണമെന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടൊപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശബരിമല ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കിയ FIR. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. പമ്പ പോലീസാണ് കേസെടുത്തത്. അലക്ഷ്യമായി ജനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചെന്ന് FIR-ൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ശശിനാരായണൻ കൂടി ചേരുന്നു. ശശിനാരായണൻ, എന്തൊരു നീതികളാണിത്? കാരണം ഒരു പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്നു, ഒരു വളരെ സാധാരണക്കാരനായ പാവപ്പെട്ടവനായ ഒരു ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുക്കുന്നു. എന്താണ് FIR-ൽ പറയുന്നത്? ടോം, ADGP ശബരിമലയിൽ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ട്രാക്ടർ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പമ്പ പോലീസ് ഡ്രൈവർക്കെതിരെ പ്രതിയാക്കി കേസെടുത്തുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ADGP ഈ പമ്പയിലെത്തി ട്രാക്ടർ പോലീസിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ട്രാക്ടർ കയറിയാണ് അദ്ദേഹം സന്നിധാനത്തെത്തിയത്. സന്നിധാനത്തിൽ CCTV ക്യാമറകളില്ലാത്ത പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം കയറിയതും. ഒപ്പം സന്നിധാനത്തെത്തിയതിനു ശേഷം CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷം നടന്നാണ് സന്നിധാനത്ത് പോയത്. അത് വലിയ വിവാദമാക്കുകയും ഹൈക്കോടതിയുടെ വലിയ രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തുള്ളത്. ആ കേസ് പ്രധാനമായും പമ്പ പോലീസ് ഈ ഡ്രൈവർക്കെതിരെ മാത്രമാണ് FIR എടുത്തിട്ടുള്ളത്. അതിൽ ADGPയെ കുറിച്ച് പരാമർശമില്ല. ഒപ്പം അലക്ഷ്യമായി അയ്യപ്പന്മാർ ഇറങ്ങി വരുന്ന വഴികൾ കൂടി അലക്ഷ്യമായി അവരെ ബുദ്ധിമുട്ടിയ തരത്തിൽ ട്രാക്ടർ ഡ്രൈവർ ഓടിച്ചു. ഒപ്പം ഹൈക്കോടതിയുടെ വിധി ലംഘിച്ച് ട്രാക്ടർ ഡ്രൈവർ ആളെ കയറ്റി എന്നുള്ള കാര്യം കൂടി പരാമർശിക്കുന്നു. ഒപ്പം മോട്ടോർ വാഹന നിയമങ്ങളും ചുമത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഈ ഡ്രൈവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിലൊന്നും ADGPയുടെ പേര് പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തെ പൂർണ്ണമായി സംരക്ഷിച്ച് പോലീസ് ഡ്രൈവറെ മാത്രം ബലിയാടാക്കി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ വ്യക്തമാവുന്നത്. ഈ കുറ്റക്കാരനായ ADGPക്കെതിരെ ഇത്തരം നിയമങ്ങളെല്ലാം അറിയാവുന്ന ADGPയെ പോലീസ് സൗകര്യപൂർവ്വം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ FIR-ൽ സൂചിപ്പിക്കുന്നത് വകുപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതിയുടെ രൂക്ഷ വിമർശനം ഇന്നുണ്ടായിട്ടുണ്ട്. എന്നറിയാം, അദ്ദേഹം ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ചരക്ക് നീക്കങ്ങൾക്ക് മാത്രമാണ് ട്രാക്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു ഹൈക്കോടതി വിധിയുണ്ട്. ആ ഉത്തരവാണ് ഈ നിയമമെല്ലാം സംരക്ഷിക്കുന്ന ശബരിമലയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ലംഘിച്ചത് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം കൂടി ഹൈക്കോടതിയിൽ വന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പമ്പ പോലീസിനെ സംബന്ധിച്ച് കേസ് എടുത്തത്. ആ കേസിലാണ് ഈ ADGP MR അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഡ്രൈവറെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു FIR ഒക്കെ ഇട്ട് അദ്ദേഹത്തെ പ്രതിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ FIR-ന്റെ കോപ്പി കൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ADGPക്ക് ഒരു സുരക്ഷ പോലീസ് ഒരുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGPയുടെ പേര് ഇതിലൊന്നും തന്നെ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല. പമ്പയിൽ നിന്ന് 3 പേരെ ഈ ഡ്രൈവർ ട്രാക്ടർ കയറ്റി എന്നുള്ള കുറ്റം കൂടി ചുമത്തുന്നു. ട്രാക്ടറിന്റെ ഉടമ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയാണ്, പോലീസിന്റെ തന്നെയാണ് ട്രാക്ടർ. അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ യാത്ര ചെയ്ത ADGPയെ കുറിച്ച് മാത്രം ഒന്നും പരാമർശിക്കാതെ പൂർണ്ണമായി അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലാണ് പമ്പ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.